എനിക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അത് മലിനമായ ഭൂമിയും. ഈ വരികൾക്ക് ഏറ്റവും ഉദാഹരണമാണ് കൊട്ടാരക്കരയിലെ പുലമൺ തോടിന്റെ ഇന്നത്തെ അവസ്ഥ. നാടിന്റെ ജീവരക്തമായിരുന്ന പുലമൺ തോട് ഇന്ന് മാലിന്യവാഹിനിയായി മാറിയിരിക്കുന്നു. കൊട്ടാരക്കരയുടെ തന്നെ അടയാളമായിരുന്ന ഈ ജലസ്രോതസ് അധികൃതരുടെ അവഗണനയിലും ജനങ്ങളുടെ അശ്രദ്ധയിലും പെട്ട് നാശത്തിന്റെ വക്കിലാണ്. ദുർഗന്ധം വമിക്കുന്ന വെള്ളവും കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തോടിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. പല പ്രമുഖ ഹോട്ടലുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും ശൗചാലയങ്ങളിലെ അടക്കം മാലിന്യങ്ങളാണ് പുലമൺ തോട്ടിലേക്ക് ദിനം പ്രതി ഒഴുക്കിവിടുന്നത്. പുലമൺ തോടിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഞാൻ എൻ്റെ പഴയ കാലം ഓർത്തു വരികയാണ്. ഞാൻ സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ പുലമൺ തോട്ടിലെ ശുദ്ധജലത്തിൽ കുളിച്ചു കഴിഞ്ഞതിന് ശേഷമായിരുന്നു പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ ഈ തോടിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഇറങ്ങാനോ പറ്റാത്ത അവസ്ഥയിൽ മാലിന്യ കൂമ്പാരമാണ്. ഇതിന് അധികാരികൾ ഇതിൻ്റെ ശ്രദ്ധയിലെത്തി ഇതിനൊരു മാറ്റം വരുത്തണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ജനവാസയോഗ്യമാക്കി ആ പഴയ നിലയിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു കാലത്ത് തെളിനീരൊഴുകിയിരുന്ന ഈ തോട് ഇന്ന് കാണണമെങ്കിൽ മൂക്കുപൊത്താതെ വയ്യ എന്ന അവസ്ഥയിലാണ്. നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ വന്നു ചേരുന്ന അഴുക്കുചാലായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. തോട് ശുചീകരിക്കുമെന്ന് വർഷാവർഷം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിലും ഇതിനെതിരെ ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പല സർക്കാരുകൾ മാറി ഭരിച്ചിട്ടും പുലമൺ തോടിന് മാത്രം യാതൊരു മാറ്റവുമില്ല. പദ്ധതികൾ കടലാസിൽ മാത്രം ഒതുങ്ങുമ്പോൾ പുലമൺ തോട് പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ഇനിയും ഉണർന്നു പ്രവർത്തിച്ചില്ല എങ്കിൽ വരും തലമുറയ്ക്ക് ഈ തോട് വെറും ഒരു ഓർമ്മ മാത്രമായി മാറും.